ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത് നമ്മുടെ മാങ്ങ ഉണക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉണക്ക മാങ്ങ കൊണ്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ മാങ്ങ ഉണക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു ചമ്മന്തി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അത്ര മാങ്ങ എടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങ ഉണക്കിയെടുക്കുമ്പോൾ നമ്മളൊരു 10-15 മാങ്ങയിൽ നമ്മൾ എടുക്കണം കേട്ടോ മിനിമം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി തീരെ കുറയും കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 10 മാങ്ങ ഉണക്കിയിട്ടാണ് എനിക്ക് ചെറിയൊരു ടിന്നിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മാങ്ങ എടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കാരണം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. കാരണം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുന്നതല്ലേ. മാങ്ങ നമ്മൾ നല്ലോണം കഴുകിയിട്ടാണ് ഉണക്കാനിടുക. പക്ഷെ ഉണങ്ങി കഴിയുമ്പോഴും ആ ഒരു വെയിലിൻ്റെ പൊടിയും പിന്നെ അതൊക്കെ ആയിട്ട് നല്ല പൊടി ഉണ്ടാവും. പിന്നെ നമ്മൾ ഉണങ്ങി കഴിഞ്ഞ ശേഷം കഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൂക്ഷിക്കാൻ അധികം പറ്റില്ല കേട്ടോ. പൂപ്പൽ കയറും. അപ്പം നനവില്ലാതെ അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കഴുകുക കേട്ടോ. നല്ലോണം കഴുകി എടുത്തിട്ട് ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റോളം നമ്മൾ കുതിർത്ത് വെക്കണം. ചൂടുവെള്ളത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ വേണമെങ്കിൽ നമുക്ക് കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ മാങ്ങയൊക്കെ നല്ലോണം കുതിർന്ന് കഴിഞ്ഞ് വന്നാൽ നമുക്കിത് ചമ്മന്തി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചെറിയൊരു കൈപ്പിടിയിൽ തേങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു സവാള പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മാങ്ങ ഉണക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം ഉപ്പിട്ടിട്ടുണ്ട്. മാങ്ങയിൽ ആവശ്യത്തിന് നന്നായിട്ട് ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചമ്മന്തി അരക്കുന്ന സമയത്ത് ആദ്യം ഉപ്പ് ചേർക്കാതെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത ശേഷം പിന്നെ കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ആദ്യം അരച്ച സമയത്ത് ഉപ്പ് കമ്മിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് ഉപ്പിടാണ്ട് അരക്കുക. എന്നിട്ട് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഞ്ഞീൻ്റെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. ഈ ഒരു മാങ്ങ സീസൺ കഴിയുന്നതിന് മുന്നായിട്ട് എന്തായാലും കുറച്ച് മാങ്ങയൊക്കെ ഒന്ന് ഉണക്കി വെക്കുക. എന്നിട്ട് ഇതേപോലെ ചമ്മന്തിയൊക്കെ അരച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.